ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഫ്രോങ്സിലെ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ്. ഫ്രോങ്സിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ്. ഫ്രോങ്സിൽ നിന്ന് മാത്രമല്ല 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്നതിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ ഈ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ്. ഫ്രോങ്സിൻ്റെ ടോപ്പ് ആൻഡ് 2 വേരിയൻറ്റുകളിൽ മാത്രമായിരുന്നു ബ്ലാക്ക് കളർ വന്നിരുന്നത്. ഇപ്പോൾ ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ കളർ നിങ്ങൾക്ക് എല്ലാ വേരിയൻറ്റുകളിലും അവൈലബിൾ ആണ്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ 2025 വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, 2024 വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ എത്ര രൂപയുടെ ഓഫർ കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളർ തന്നെയാണ്. ഈ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളർ വാഹനത്തിൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. താഴെ ആ ഒരു സ്കിപ്പ് ലൈറ്റ് സിൽവർ ഫിനിഷിലും ആ ഫ്രണ്ടിലെ നമ്മുടെ ക്രോം ബാറൊക്കെ വരുന്നത് കൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം ലുക്ക് തരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ ഫ്രോങ്സിൽ ഏറ്റവും ബെസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഈ കളറിനാണ് നമുക്ക് പറയാം. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ DRL പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 3 ജുവൽ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് 3 സ്ലോട്ടായിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കാണാം. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് അലോയ് വീൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. 195 60R60 ആണ് ടയർ സൈസ്. എല്ലാ വേരിയൻറ്റുകളും സെയിം ടയർ സൈസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വേരിയൻ്റ് എടുത്തിട്ടാണെങ്കിലും ബേസ് വേരിയൻ്റ് എടുത്താണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. താഴെ ഇവിടെ എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് പോകുന്നുണ്ട്. അത് ഈ ഒരു കളർ സിമിലർ ആയിട്ട് തോന്നുന്നത് നമുക്ക് എടുത്ത് കാണിക്കാത്തതാണ്. കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. റെയിൻ ഗാർഡ് ഇത് ആക്സസറൈഡ് ചെയ്തതാണ്. ടോപ്പിൽ റൂഫ് റെയിൽസ് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിലിപ്പോൾ നമുക്ക് ബാക്ക് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ ഡിഫറൻസ്. ടോപ്പ് ആൻഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. അതിന് നടുക്കായിട്ടൊരു ഹൈമൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോക്കറുള്ള ഗ്ലാസ്സുകളാണ്, വൈപ്പർ വരുന്നില്ല. നമുക്കിവിടെ ഈ ഒരു ടെയിൽ ലൈറ്റ് ഇത് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് അല്ല, ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് ഈ വേരിയൻറ്റിൽ. നമുക്ക് സീറ്റ വേരിയൻ്റ് തൊട്ടാണ് അത് കണക്റ്റഡ് ടൈൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന് താഴെയായിട്ട് LED ആണ്. അതിന് താഴെയായിട്ട് നമുക്ക് LED 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. LED റിവേഴ്സ് ലൈറ്റും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആയിട്ട് വരുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നില്ല, ഇത് ആക്സസറി ആയിട്ട് ചെയ്തതാണ്. ബാക്കിൽ നമുക്ക് സിൽവർ കളറിൽ സ്കിപ്പ് പ്ലേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിത് പിടിച്ച് ക്ലോസ് ചെയ്യാനായിട്ടുള്ളൊരു ഹാൻഡിൽ കാര്യങ്ങൾ വരുന്നു. ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നില്ല, ഇത് ആക്സസറി ആയിട്ട് ചെയ്തതാണ്. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ബേസ് വേരിയൻറ്റോട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കൊരു ബൂട്ട് മാറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സ്പെയർ വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ സൈസ് ആയിട്ടുള്ളൊരു സ്പെയർ വീലാണ് വരുന്നത്. നമുക്കിവിടെ വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നുണ്ട്. 6 എയർ ബാഗുള്ള വേരിയൻറ്റിൽ. അതിനകത്ത് 6 എയർ ബാഗ് ഉൾപ്പെടുത്തിയപ്പോൾ സ്പെയർ വീല് മാരുതി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും പുതിയ വേരിയൻറ്റിലും വരുന്നില്ല. ഒരു നോർമൽ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിൽ കാണാൻ പറ്റും. ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിനിഷും താഴെ ഒരു ബർഗൻഡി റെഡിഷ് ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. ഫോട്ടോ പവർ ഇൻഡോ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും മാനുവലി ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫീച്ചർ ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് AMT വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നതിന് അതിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2025 മോഡലിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മുടെ ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാരുതിയിലെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ മൾട്ടി ഫംഗ്ഷനിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസും കാണാം. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബലേനോ ഫ്രോങ്സിലൊക്കെ കാണുന്ന ബ്രസയിലൊക്കെ കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. പക്ഷേ സ്റ്റിൽ അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലുള്ള ഒരു നീഡിൽ ഉപയോഗിച്ചിട്ടാണ്. അതിനകത്ത് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. പിന്നെ ഡിസ്റ്റൻസ് ടു MT, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ,
ക്ലോക്ക്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിനകത്ത് വെഹിക്കിൾ ഇൻഫർമേഷനും കൂടി മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവറേജ് ഫ്യൂവൽ, എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഓരോ ടൈമിലും നമ്മൾ വാഹനത്തിൽ ഫ്യൂവൽ റീഫില്ല് ചെയ്യുമ്പോൾ അതിന് എത്ര മൈലേജ് ലഭിച്ചു എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പിന്നെ 4 സ്പീക്കറോട് കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല, എന്നാൽ ഒരു പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് റിവേഴ്സ് ക്യാമറയിനകത്ത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്, ഈ വേരിയൻറ്റിൽ വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഇതിൽ അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ പാർക്കിംഗ് സെൻസേഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഇവിടെ എല്ലാം ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ്. താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം, അത് ബേസ് വേരിയൻ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ഇവിടെ 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ AMT ഗിയർ ലിവർ കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സിലെ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVM മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റ് സ്റ്റിൽ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്താത്ത ഒരു സൺവൈസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോഴും ഡെൽറ്റ പ്ലസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ്, കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മളുടെ ഒരു കീ ഇപ്പോഴും ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഒരു കീ. ഇതിന് ഡെൽറ്റ പ്ലസ് വേരിയന്റിലെങ്കിലും നമുക്ക് ആ ഒരു കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്താമായിരുന്നു. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ ഇപ്പോഴും മാരുതി ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. ഫ്രണ്ടിൽ സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ അകത്ത് കയറി ഇരുന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂ റൂം കാണാം. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ പോലും ഏകദേശം 5-6 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് 2 എയർ ബാഗ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയന്റും കൂടി അവൈലബിൾ ആണ്. അതിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ സീറ്റാൻ ആൽഫ, ആ 2 വേരിയന്റിലും 6 എയർ ബാഗ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു 3 സ്റ്റാർ എബോവ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈഡ് ആൻഡ് സ്റ്റാർട്ട് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡ് 2 വേരിയന്റുകളിലും ഡെൽറ്റ പ്ലസിൽ നമുക്ക് 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും അവൈലബിൾ ആണ്. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയന്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന 22 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 17-18 മൈലേജ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വാഹനവും നമ്മളുടെ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് ആണ്. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 2025 വന്നപ്പോൾ പ്രൈസിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഓഫർ കാര്യങ്ങളെല്ലാം മാരുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2025 മോഡൽ ഒരു ഫ്രോങ്സ് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറങ്ങണമെങ്കിൽ 8,80,000 രൂപയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ മാനുവലിന് 10,20,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,72,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. നിങ്ങൾക്ക് 2024 കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ആ വാഹനങ്ങൾക്ക് ജനുവരി 15 വരെ അത്യാവശ്യം നല്ല ഓഫറുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ 2024 മാനുഫാക്ചർ ചെയ്ത ഫ്രോങ്സിന്റെ ഒരു ബേസ് സിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് 8,45,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 2024 അവസാനങ്ങളിലേക്കായിരിക്കും മാനുഫാക്ചറിങ് വന്നിരിക്കുന്നത്. അതിനൊപ്പം നോക്കുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപയുടെ അടുത്ത് ഓഫർ അവൈലബിൾ ആണ്. ഇനി ഡെൽറ്റ പ്ലസിലും നമ്മൾക്ക് 2024 കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഡെൽറ്റ പ്ലസ് മാനുവലിന് നിങ്ങൾക്ക് 9,90,000 രൂപയ്ക്കും ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 10,37,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2024 വാഹനമാണെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ 40,000 രൂപ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറാണ്. ആ പ്രൈസിന് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാറ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാനുവൽ ആണെങ്കിലും ഫ്രോങ്സിൻ്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് കാർ ഇൻ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏത് സെഗ്മെൻറ്റിലാണെങ്കിലും ഈ ഫ്രോങ്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഡിസയർ ആണെങ്കിലും നമ്മളുടെ സ്വിഫ്റ്റ് ആണെങ്കിലും ഇഗ്നിസ് ആണെങ്കിലും അതല്ല ബ്രസ ആണെങ്കിലും അങ്ങനെ ഏത് വാഹനം നോക്കുന്നവരാണെങ്കിലും ഫ്രോങ്സും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, എസ്പെഷ്യലി ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.